20 വയസ്സിനും 23 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഈ 79 വയസ്സുള്ള അച്ഛൻ പ്രണയം. അപ്പോൾ മകയിരം നക്ഷത്രമാണ്, സംഘർഷങ്ങളുടെ ഒരു സമയമാണ്. തനമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു ചേരും. നമസ്കാരം. കാക്കകളുടെ കഥ പറഞ്ഞ് എന്നും കാക്കകളുടെ പ്രശ്നമാണ്. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എന്നെ കാണാനായിട്ട് വന്നു. നല്ല ശാരീര സുന്ദരിയായ പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയാണ് ആദ്യം വന്നത് വെമ്പായത്തെ വീട്ടിൽ. പുറകിൽ ഭർത്താവ് വന്നു, നല്ല സുകുമാരനായ ഒരു ഭർത്താവ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. നല്ല 2 ഉത്തമമായ ദമ്പതിമാർ, ദാമ്പത്യം വഹിക്കുന്നവർ. അപ്പോൾ ചോദിച്ചു എന്താണ് പ്രശ്നം? അപ്പോഴവർ പറയുന്നത്, നമുക്ക് ചിലരെ കണ്ടാൽ അറിയാം, ഇരിക്കുന്നത് കണ്ടാൽ, അവരുടെ മുഖഭാവം കണ്ടാൽ, അവർ സംസാരിക്കുന്നത് കണ്ടാൽ, വിനയം കണ്ടാൽ 100% ഇവരുടെ വരവ് എന്താണ്, ഇവരെവിടുന്ന് വരുന്നു, ഇവരുടെ കർമ്മം എന്താണ് എന്ന് നമുക്ക് ഉത്തമമായിട്ട് പറയാൻ പറ്റും. ഞാൻ ചോദിച്ച എന്താണ് പ്രശ്നം ഇത് ചോദിക്കുമ്പോഴാണ് അവർ ഏറ്റവും നന്നായി ബിസിനസ് ചെയ്യുന്നവരാണ്, ഏറ്റവും നന്നായി. അപ്പം ആ വന്നയാൾ എൻ്റെ വെമ്പായത്തെ വീട്ടിൻ്റെ മുമ്പിൽ സാധാരണ അവിടെ ഒരു ബുദ്ധനുമൊക്കെ ഉണ്ട്, കാട് പിടിച്ചൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചൊരു സ്ഥലമാണ്. ആ മുമ്പിൽ ഞാൻ സിംഹത്തിൻ്റെ മുഖം കുത്തിയ ഒരു സാധനമുണ്ട്, ഒരു പീഠമുണ്ട്. 4 സൈഡും സിംഹമാണ്. കാരണം പ്രത്യങ്കരാദേവിയുടെ ആണല്ലോ, എൻ്റെ പ്രത്യങ്കരാദേവിയുടെയാണ്. അപ്പോൾ ഞാൻ 4 സൈഡും സിംഹത്തിനെ കൊത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിന്ദു രാവിലെ വന്നാൽ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ചെമ്പരത്തീപ്പ് പറിച്ച് 3-4 ചെമ്പരത്തീപ്പ് പറിച്ച് ഇതിൻ്റെ മുമ്പിൽ കൊണ്ടിടും, ഈ പാത്രത്തിൽ. അവിടെ ഒരു കാക്കയെ ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്ക്, വെമ്പായത്തെ വീട്ടിൽ വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും. ഒരു കാക്കയെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ധൂമാവതി. പിതൃദോഷങ്ങൾ തീർക്കാൻ, പിതൃക്കളെ നമുക്ക് സ്മരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ തലയിൽ തൊട്ട് ഇങ്ങനെ വയ്ക്കും, കാക്കയുടെ തലയിൽ തൊട്ട്. ഭഗവാനെ, എന്താണ് പിതൃക്കളുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ശാന്തമായി ജീവിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകും, സംഘർഷങ്ങളില്ലാത്ത മനസ്സുണ്ടാകും. ആരോടും പക തോന്നില്ല, ഒരു പകയും ആരോടും തോന്നില്ല. നമ്മളെ നശിപ്പിക്കാൻ വരുന്നവരോടും പക തോന്നുന്നില്ല, നമ്മളെ നശിപ്പിച്ചവരോടും പക തോന്നുന്നില്ല. അപ്പം ശാന്തമായ മനസ്സുണ്ടാകണം. നമുക്ക് വന്നു ചേർന്നതൊക്കെ തന്നെ പൂർവജന്മ ദോഷം കൊണ്ടുള്ള, ജന്മത്തിൽ നമ്മൾ ചെയ്ത എന്തോ കഠിനമായ പാപം കൊണ്ട് നമ്മളിതെല്ലാം അനുഭവിക്കേണ്ടി വന്നതാണ്, അല്ലേ? അങ്ങനെയാണ്. അല്ലാതെ ഞാൻ ഈ ജന്മത്തിൽ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ആരുടെയും സ്വത്ത് സ്വന്തമാക്കിയിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ വന്നു ചേർന്നു. മനസ്സറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ അങ്ങനൊരു സൗഹൃദങ്ങൾ തന്നെ അവർക്ക് ദോഷമുണ്ടാകുമെന്ന് കണ്ടാൽ അതിൽ നിന്ന് നമ്മൾ വഴിമാറി സഞ്ചരിച്ചിട്ടേ ഉള്ളൂ. കാരണം മറ്റൊരാൾക്ക് മഹാദുരിതവും ദോഷവും ഉണ്ടാവുമെങ്കിൽ നമ്മൾ ആ വഴി മാറി സഞ്ചരിക്കണം എന്നുള്ള കുറേ അലിഖിതമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അത് നിയമത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൻ്റെ മുമ്പിൽ ഈശ്വര പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാക്കയിൽ തൊട്ട് തൊഴുതിട്ടേ പോകുള്ളൂ. അപ്പോൾ രാവിലെ ആ ബിന്ദു അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ 3-4 അവിടെ ചെമ്പരത്തി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ചെമ്പരത്തി പൂവുണ്ട്, മുല്ലയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്നവർക്കറിയാം. അത് ഒരു ദിവസം വീട്ടിൻ്റെ വീഡിയോ ചെയ്ത് കാണിക്കാം ഞാൻ. അതിങ്ങോട്ട് അതിൻ്റെ മുമ്പിൽ ഈ ചെമ്പരത്തിപ്പൂ ഇടും. അതാണ് ശിവസാന്നിധ്യം. ഭഗവാന്റെ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ പറിച്ചിടും. അപ്പോൾ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, ദൈവികമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി, നമുക്ക് തെറ്റായ ചിന്തകളുണ്ടെങ്കിൽ നമ്മളെ നേർവഴിക്ക് നിരത്താനായിട്ടുള്ള ദൈവചിന്തകളിലൂടെ ഹിതമായ മാർഗത്തിലൂടെ ജീവിക്കാൻ, ദൈവം പറഞ്ഞിട്ടുള്ള വഴികളിലൂടെ ജീവിക്കാനായിട്ടാണ്. എന്നാൽ ഇവരവിടെ വന്നിരുന്നപ്പോൾ ഈ ഭർത്താവ് ഈ കാക്കയെ ഇങ്ങനെ നോക്കി, അത്ര തന്നെ. അവർ തകർന്നു പോയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ 2 ദമ്പതിമാരാണ്. ഉഗ്രൻ ബിസിനസ് നടത്തിയിരുന്ന ആളാണ്. ആ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ തകർന്ന് തരിപ്പണമായിപ്പോയി. കേസ്, കോടതി വ്യവഹാരങ്ങൾ. കാരണം അവർക്കത് വരേണ്ടതേ അല്ല. വീട് നഷ്ടപ്പെടുന്നു, ബിസിനസ് സ്ഥാപനം നഷ്ടപ്പെടുന്നു, അവരുടെ ദാമ്പത്യത്തിൽ ഉറച്ച ദാമ്പത്യവും മക്കളും മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ തകർന്നു പോയി. അപ്പം ഞാനിത് എന്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവരുടെ ഫലങ്ങൾ വരുന്നതേ ഇല്ല. കാരണം നമുക്ക് ഞാൻ ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അവരോട് ഞാൻ പറയാൻ നിൽക്കില്ല. ഞാൻ പറയും തലേക്കാവേലി പോയി ഒന്ന് കുളിച്ച്
കുക്കി സുബ്രഹ്മണ്യത്തിലെ സർപ്പസംസ്കാരവും ചെയ്താൽ നമുക്കൊരു ആശ്വാസം കിട്ടും. അത് ചെയ്യാം. പക്ഷേ അതും പറ്റുന്നില്ല. ചില സാധനങ്ങൾ ബന്ധിച്ചു കഴിഞ്ഞു. പിതൃദോഷങ്ങളാൽ ബന്ധനം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും, അങ്ങനെ വളരെ ഒരു 100 പേര് വന്നാൽ 1-2 പേരുടെ ബന്ധനം വരും. എനിക്ക് പറയാൻ പറ്റില്ല. ഒരാൾ നശിക്കാൻ വേണ്ടി ആഭിചാരം, നിസ്തരം അയൽപ്പക്കത്ത് നിന്ന് ആഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീ, അവർ ആഭിചാരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരാൽ സഹായം കൈപ്പറ്റിയവരാണ്. പക്ഷെ മറ്റുള്ളവർ, ആ സ്ത്രീ ഇങ്ങനെ നിരന്തരം അഭിമാനം. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് പറയും, സ്വാമി ഇങ്ങനെ ഞങ്ങളെല്ലാം സഹായിച്ചതാണ് സ്വാമി, പക്ഷെ ആ സ്ത്രീ ഒരു നിവൃത്തിയുമില്ല സ്വാമി, അങ്ങനെ നമ്മളെ നശിപ്പിക്കാൻ പറഞ്ഞു. നിങ്ങൾ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിങ്ങളത് കണ്ണടച്ച് കളഞ്ഞേക്കുക. കാരണം നിങ്ങളുടെ വഴി ഈശ്വരൻ്റെ വഴിയല്ലേ, അവർ ആഭിചാരത്തിൻ്റെ വഴിയല്ലേ. നിങ്ങളുടെ വളർച്ചയിൽ അവർ സന്തോഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ ചെയ്ത സഹായങ്ങൾ അവർ മറന്നു പോകുന്നു, അല്ലേ? അവർക്ക് സ്മരണകളില്ലാത്ത മനുഷ്യരാണ് അവസാനകാലം ദുരിതപ്പെടുന്നത്. സ്മരണകൾ ഇല്ലാത്ത മനുഷ്യർ, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഈ വാർദ്ധക്യത്തിൻ്റെ തൊട്ട് മുമ്പ്, വാർദ്ധക്യാവസ്ഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രോഗദുരിതങ്ങൾ ഇങ്ങനെ തുടങ്ങും. ഈ വയലിൽ നെല്ല് കൃഷി വളർന്ന പോലെ വളരും ദുരിതങ്ങൾ. നെൽകൃഷി പോലെ രോഗങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അതിങ്ങനെ തലച്ചായ്ക്കും കിടക്കും. കണ്ടിട്ടില്ലേ വെള്ളം കയറി നല്ല നെൽക്കതിരുകൾ ഇങ്ങനെ കിടക്കുന്നത്? മടയുണ്ടാകുമെന്ന് പറയും പഴയ നാട്ടുകാർ. മട വീഴും, ആ വെള്ളം വന്ന് ഒഴുകിപ്പോകുന്ന പോലെ അങ്ങനെ കിടക്കുന്നൊരവസ്ഥ. അതാണ് സ്മരണകളില്ലാത്തവർ, ഒരാളെ സഹായിച്ചവരെ തിരിച്ചറിയാതെ പോകുന്നവർ, ആഭിചാരം ചെയ്യുന്നവർ, അവർ നശിക്കണേ എന്ന് പറയുന്ന, ഒരാൾ നശിച്ചു പോകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ, അല്ലേ? നമ്മളെയൊക്കെ ദ്രോഹിച്ചിട്ടുള്ളതും വഞ്ചിക്കാനും ചതിച്ചിട്ടുള്ളതും വേദനിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് ഒരു വീട് വയ്ക്കാൻ പട്ടത്ത് ടീച്ചറിൻ്റെ അവിടെ ഞാൻ 5 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഒരാൾക്ക് 3 ലക്ഷം രൂപ വിശ്വസിച്ച് കൊടുത്തു. അയാൾ വേറെ ഏതോ കണക്കും പറഞ്ഞ് അതില്ലാതെ ആ പൈസ തരാതെ പോയി. അയാളുടെ ഏതോ ഒരു കണക്ക് വേറെ ആരോ കൊടുക്കാനുള്ള ഒരു കണക്കിൻ്റെ പേരിൽ അയാളെ പറ്റിച്ചു. അപ്പോൾ അയാൾക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ 3 ലക്ഷം പോയി. അതിൻ്റെ ബാക്കി എന്തോ പുള്ളി തിരിച്ചു വന്നു, എന്തോ കണക്ക് പറഞ്ഞിട്ട്. അതിൻ്റെ ഫലം എന്താണ്, അല്ലേ? ഒരാളൊരു വീട് വയ്ക്കാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം വീട് വയ്ക്കാനായിട്ട് കുറേ കാലം സേവ് ചെയ്ത്, ഞാൻ ടീച്ചറോട് സേവ് ചെയ്ത് വെച്ചിരുന്ന പണം, അല്ലെങ്കിൽ മറ്റൊരാൾ തന്ന പണം, ആ സ്വാമി ഒരു മുറി കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ പണം നമ്മൾ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾ ചതിക്കണു. ഈ പണമായിട്ട് അയാൾക്കൊരു ബന്ധവുമില്ല. ആ ചതിക്കുന്നവന് വംശനാശം, അവരുടെ വംശത്തിന് നാശമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അവിടെ കുലത്തിന് നാശം, കുലം, പിതാവിൻ്റെ ദുരിതം, പിതൃക്കളുടെ ദുരിതം, പിതൃക്കളുടെ ശാപം, ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, മാനസികമായ തകരാറ്, മെൻ്റലി മൈൻഡ് പോവും. അപ്പോൾ സ്മരണകളില്ലാത്ത മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്മരണകൾ കാണില്ല. അതങ്ങനെയാണ് അതിൻ്റെ ലോകം. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്തായാലും ഒരു കാര്യം ചെയ്യാം. അപ്പോൾ പറഞ്ഞു, സ്വാമി എന്തെങ്കിലും ചെറിയ ഒന്നിനും നിവർത്തിയില്ല, പരിഹാരം ചെയ്യാനും നിവർത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കാന്തല്ലൂർ വരും, നമുക്ക് കാന്തല്ലൂർ ആ കുട്ടി ഇങ്ങനെ പ്രത്യങ്കര ദേവി എങ്ങനെ പിടിച്ചേക്കുവാണ്, ആ ഭാര്യ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് കാന്തല്ലൂരിൽ വെച്ച് ഞാനൊരു ചെറിയ പ്രത്യങ്കര പരിഹാരം ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഇത് എത്ര ഫലമാവും നിങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അവർ കുടുംബത്തോടും അമ്മയെല്ലാം കൂടെ വന്ന് അവിടെ ഒരു പരിഹാരക്രിയ ചെയ്തു. പക്ഷേ ഈ പെൺകുട്ടി ആ ആശ്രമത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് അശുദ്ധിയായി. അങ്ങനെ 2 പേർക്ക് സംഭവിച്ചിട്ടുള്ളൂ. അതിൽ ഒരു ദമ്പതിമാരായിട്ട് വന്നതിൽ ഭർത്താവ് അകത്ത് കയറി വന്നെങ്കിലും ഈ ഭാര്യയ്ക്ക് അകത്ത് കയറാൻ പറ്റാതെ ആ ഭർത്താവ് പിന്നെ മൃത്യു സംഭവിച്ചു, മരണപ്പെട്ടു പോയി. ഈ പെൺകുട്ടി നമ്മുടെ ആശ്രമത്തിൻ്റെ അകത്തേക്ക് കാല് വയ്ക്കുന്നതിന് മുമ്പ് അശുദ്ധിയായി, കയറാൻ പറ്റിയില്ല. നാലിച്ചു ആ കുട്ടി പ്രത്യങ്കര ദേവി ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്. എന്തായാലും ഞാൻ പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഒരു 90 ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് വിദേശത്ത് ജോലി കിട്ടി, അദ്ദേഹത്തിൻ്റെ മകന് ജോലി കിട്ടി. മകൻ അവിടെ തന്നെ ജോലി ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അവർ നല്ല കർമ്മശുദ്ധിയുള്ളവരാണ്. അവരെ കർമ്മം അവരറിഞ്ഞുകൊണ്ട് ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. സ്മരണയുള്ളവർ, നന്ദിയോടുകൂടി സ്മരിച്ച് ജീവിക്കുന്നവർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ട് സംഭവിച്ചെന്നാൽ പിതൃസ്ഥാനം, നമ്മൾ അച്ഛനമ്മമാർ ഉത്തമമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദോഷങ്ങൾ വരില്ല. അവരാരെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും ചതിക്കാതെയും ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദോഷങ്ങൾ വരില്ല, 100%. പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണ്? 79 വയസ്സുള്ള അച്ഛന്
23 വയസ്സുള്ള താഴെയുള്ള ഒരു കാമുകി. ഞാൻ ആ അച്ഛനെ കുറ്റം പറയുന്നില്ല, പക്ഷേ ആ പെൺകുട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 20 വയസ്സിനും 23 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഈ 79 വയസ്സുള്ള അച്ഛൻ പ്രണയം. നമ്മളെന്ത് ചെയ്യും? നമ്മളെന്താണ് ഇതിന് പറയുക? തകർന്നില്ലേ കുടുംബം? അപ്പോൾ ഇതിന് രേഖ വല്ലതും ഉണ്ടോ? എല്ലാ രേഖകളും ഉണ്ട്. ആ അച്ഛൻ ആ പെൺകുട്ടിയോടും ആ പെൺകുട്ടി അച്ഛനോടും സംസാരിക്കുന്ന റെക്കോർഡിങ് കേട്ടാൽ എനിക്ക് നോവൽ എഴുതാൻ പോലും പറ്റില്ല. പ്രണയത്തിന് ഇങ്ങനെയുണ്ട് ഒരു ശക്തി. നമ്മളത് ആലോചിച്ച് നോക്കൂ. 80 വയസ്സാകാൻ പോകുന്ന ഒരു അച്ഛൻ 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ആയിട്ടുള്ള പ്രണയം, ആ പ്രണയത്തിൻ്റെ ഭാഷ. വാർദ്ധക്യത്തിൽ നമ്മൾ ഈശ്വര ചിന്തയെ അല്ലേ, ഈശ്വര ചിന്തയോടുകൂടിയല്ലേ വാർദ്ധക്യമല്ലേ. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ മുതലൊക്കെ ഭൗതിക ചിന്തകളിൽ നിന്ന് വിട്ട് നേരെ ഈശ്വര ചിന്തയിലൊന്നേ ശാശ്വതമേ ഉലകൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈശ്വര ചിന്തയിലോടുകൂടി, അതായത് ശാശ്വതമായിട്ടുള്ളൂ, അത് മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ളൂ. അതിസുന്ദരിയായ ഒരു 75 വയസ്സോളം പ്രായമുള്ള ഒരു ഭാര്യ, അമ്മ അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ്. ആ അമ്മ ഇതെങ്ങനെയാണ് സഹിക്കുക? തൻ്റെ 80 വയസ്സുള്ള, അല്ല 80ഓളം വയസ്സ് പ്രായം വരുന്ന ആ ഭർത്താവിന് 10-23 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായുള്ള തീക്ഷ്ണമായ പ്രണയം. ആ പെൺകുട്ടിയുടെ നമുക്കത് ഉൾക്കൊള്ളാൻ തന്നെ വിശ്വസിക്കാനും പറ്റില്ല. ഞാനിത് പറയുമ്പോൾ ആൾക്കാർ തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനിതൊന്ന് പറയും എൻ്റെ വീഡിയോയിൽ, ഈ ലോകത്ത് ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് നമ്മളാ കാന്തല്ലൂരിൽ ഞാൻ ഈ പരിഹാരക്രിയകൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ജപിക്കുന്നത്? അത് ഭർത്താവിന് വേണ്ടിയിട്ട്. ഞാൻ നന്നായിട്ട് ചൂടായി. കാരണം ഭർത്താവിൻ്റെ മനസ്സിൽ ഈ ഭാര്യയില്ല. ആ പെണ്ണിനെ പോയി ചേരുള്ളൂ ഇതെന്ത് ചെയ്താലും. ഭർത്താവിന് വേണ്ടി ഇടുന്ന പൂവെല്ലാം തന്നെ ആ ഭർത്താവിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയിലേക്ക് പോയി ചേരുള്ളൂ. ഞാനിത് കള്ളമില്ല പറയണം, ഞാനിത് ശരിക്കും റിയലായിട്ടുള്ള ആ ഒരു വലിയ സത്യമാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു അല്ലേ വാർദ്ധക്യത്തിലല്ലേ ഈശ്വര ചിന്തയല്ലേ, അതിന് പകരം ഈ പെൺകുട്ടിയായിട്ടുള്ള ഹൃദയബന്ധം, പ്രണയബന്ധം, കൗമാരപ്രായക്കാരുള്ള തീക്ഷ്ണമായിട്ടുള്ള ഒരു സംഭാഷണം. ആ പെൺകുട്ടി ഒന്ന് ചിന്തിക്കണ്ടേ? ഒരു പക്ഷേ എനിക്ക് തോന്നി, ഞാൻ ആ മകളോട് പറഞ്ഞു, ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് അവിടെ വേറെ ഭർത്താവ് കാമുകനൊക്കെ കാണും. എന്നിട്ട് ഇദ്ദേഹത്തെ പറ്റിച്ച് പൈസയൊക്കെ വഞ്ചിച്ചെടുക്കാനായിട്ട്, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മനസ്സിൻ്റെ കംപ്ലീറ്റ് സ്വസ്ഥതയെ നശിപ്പിക്കാനായിട്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സ് കവർന്നെടുത്തുകൊണ്ട് അവൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ പണം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ്. അതായത് മകൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, അങ്ങനെ സംഭവിച്ചു പോയി, എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല. എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൃദയത്തിൻ്റെ വേരുകൾ, പൂർവജന്മത്തിലെ വേരുകൾ, പൂർവജന്മമാണ്, അങ്ങനെ പടർന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം അയാൾക്ക് 19 വയസ്സില്ലേ, അയാൾ എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്. പക്ഷേ ഓരോ മണിക്കൂറും ആ പെൺകുട്ടിക്ക് അയാൾക്ക് ആ പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കാതെ ജീവിക്കാൻ പറ്റൂല അല്ലേ. ഇത് കെട്ടുകഥയൊന്നുമല്ല, റിയൽ. ഞാൻ അവരോട് പറഞ്ഞു, ഞാനിതൊന്ന് DNA പ്രേക്ഷകരോട് പങ്കുവയ്ക്കും. ഞാൻ പേരും നക്ഷത്രവും നാളും ഒന്നും പറയില്ല, പറയാതിരിക്കാൻ നിവർത്തിയില്ല, കാരണം ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ആ ബിസിനസ് സാമ്രാജ്യങ്ങൾ മുഴുവൻ തകർന്നു. അപ്പോൾ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ഭർത്താവ് തന്നെ ചെറിയ പ്രായത്തിൽ പിന്നെ ജീവിതത്തിലേക്ക് വന്ന ഭർത്താവ്, ആ ഭർത്താവ് തൻ്റെ വാർദ്ധക്യത്തിലും ഭർത്താവിൻ്റെ വാർദ്ധക്യകാലത്തിലും മകളെക്കാൾ ചെറുപ്പമായിട്ടുള്ള കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഹൃദയബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പറയും, നിങ്ങൾ രക്ഷപ്പെടും. അതിനകത്ത് എനിക്ക് യാതൊരുവിധ സംശയമില്ല. നിങ്ങൾ ഇനി ഒരു പരിഹാരക്രിയ നിങ്ങളുടെ മുമ്പിലില്ല. അപ്പോൾ ആ പെൺകുട്ടി എന്നോട് ചോദിച്ചു, സ്വാമി എന്തുകൊണ്ടാണ് സ്വാമി ഞങ്ങളിങ്ങനെ അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പം അച്ഛൻ്റെ പ്രശ്നമുണ്ട്, അമ്മയുടെ പ്രശ്നമുണ്ട്, ബിസിനസ് മുഴുവൻ തകർന്നു, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്.
ഇപ്പോൾ നമ്മൾ ആ പരിഹാരക്രിയയ്ക്ക് ശേഷം ഭർത്താവിന് വിദേശത്തൊരു ജോലി കിട്ടി, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഒരു കാര്യം മാത്രം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഒരു പരിഹാരവും ചെയ്യേണ്ട, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ എൻ്റെ വിശ്വാസമുണ്ടോ? സ്വാമിയെ 100% വിശ്വാസമാണ്. നിങ്ങൾ കാന്തല്ലൂർ ആശ്രമത്തിൽ വന്നിട്ടുണ്ടല്ലോ, ആ കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളവിടെ പരിഹാരക്രിയകൾ ചെയ്തതാണ്, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ ഒരു കാരണവശാലും സംശയിക്കേണ്ട. ചിലർ കാന്തല്ലൂർ ആശ്രമത്തിൽ വരും, കാന്തല്ലൂർ ആശ്രമത്തിൽ വന്നാൽ പരീക്ഷിക്കാനായിട്ട് വരും, ഒരു പ്രാവശ്യമേ വരുള്ളൂ. അപ്പോൾ ഒന്നേ അവർക്ക് അല്ലെങ്കിൽ ഒന്നേ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് വരും, എന്നാൽ അവിടം വരെ ഒന്ന് പോകണം. അപ്പോൾ ഭർത്താവ് നിർബന്ധിച്ച് അവിടം വരെ കൊണ്ടുവരും. ഭർത്താവ് നമ്മളെ കാണുമ്പം കള്ള സ്വാമി താടിയൊക്കെ വളർത്തി അവിടെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് വേറെ പണിയില്ലേ, ആ ഒരു തവണ കൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്യും. അവർക്ക് നമ്മളായിട്ട് ടച്ചൊന്നും കാണില്ല, നമ്മളെ ടച്ച് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുമില്ല, നമ്മൾ ആരെയും ക്ഷണിച്ച് വരുത്താറുമില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. ആരും നശിക്കണം എന്നില്ല. അവർക്കൊക്കെ ലക്ഷണപ്രകാരം ഉണ്ടാകുന്ന വല്ല ബിസിനസ് കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒന്നും പങ്ക് പറ്റാനും ഞാൻ പോയിട്ടില്ല, പോകാറുമില്ല. ഞാൻ പറയുന്നതിന് കാരണമുണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കുക. പരീക്ഷിക്കാനായിട്ട് വരുന്നവരുമുണ്ട്. അതൊരു പരീക്ഷണശാലയല്ല. കാന്തല്ലൂർ ആശ്രമം എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയല്ല. പരീക്ഷിക്കാൻ വന്നവർക്കൊക്കെ അറിയാം അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ അല്ല, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രത്യങ്കര ക്ഷേത്രമാണ്, വാർത്താളി ക്ഷേത്രമാണ്, ഭദ്രകാളി ക്ഷേത്രമാണ്. അവിടെ വന്നിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഭാര്യയും ഭർത്താവും മുമ്പിലിരിക്കുന്നു. ഇദ്ദേഹം മടങ്ങി പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി കഴിഞ്ഞ ദിവസം കാക്കയുടെ ഒരു വീഡിയോ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, ദിവസവും അത് പറയുകയാണ്. എനിക്ക് ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ എന്താണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ് അല്ലേ. കന്നേഷി ഉപാസനയുടെ കന്നേഷി പോലും ചില കാര്യങ്ങൾ മറച്ചു കളയും. കാരണം ഇവൻ അനുഭവിച്ച് തീരാനുള്ളതാണ്. ഇവൻ അനുഭവിച്ച് തീരാനുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഭയങ്കരമായിട്ടുള്ള തറവാടാണ്. ആ തറവാടിൽ ഫലപുഷ്ടിയായ മരങ്ങളാണ്. അതിൻ്റെ തെക്കു ഭാഗത്തായിട്ട് ആ തെങ്ങുണ്ട്, നല്ല കായ്ഫലമാണ്, പലതുമുണ്ട്, പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. അവിടെ അതിൻ്റെ തെക്ക് ഭാഗത്ത് നിൽക്കുന്ന ഒരു പ്ലാവിലെ അതോ മാവിലോ കാക്കകൾക്ക് കൂട് വയ്ക്കും. ഇത് സാധാരണ കൂടല്ല. ഏതോ കമ്പി ഫാക്ടറിയിൽ നിന്ന് നൂൽക്കമ്പികൾ കൊണ്ട്, അദ്ദേഹം പറയുകയാണ്, നൂൽക്കമ്പികൾ കൊണ്ട് അതിമനോഹരമായി പ്ലാസ്റ്റിക് വയർ കൊണ്ട് വരിഞ്ഞെടുത്തതുപോലെ കൂട് വയ്ക്കും. ഈ കമ്പികൾ കൊണ്ട് അദ്ദേഹം പറയുകയാണ്, വർണ്ണിച്ച് അങ്ങനെ ഒരു കാക്കക്കൂട്, ചുള്ളികൾ കൊണ്ട് കാക്കക്കൂടുണ്ടാവും. പക്ഷേ ഒരു ഫാക്ടറിയിൽ, ഒരു കമ്പി ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പോലെ അതിമനോഹരമായി ആ കാക്കക്കൂടുണ്ടാക്കും. കാക്കക്കൂടുകൾ ഉണ്ടാക്കിയിട്ട് ആ കൂടുണ്ടാക്കി പൂർത്തിയായി കഴിയുമ്പോൾ ഇദ്ദേഹം അത് എടുത്ത് നശിപ്പിച്ച് കളയും. അദ്ദേഹം പറഞ്ഞാൽ ആ കാക്കക്കൂട് കയ്യിലെടുത്താൽ അത് കമ്പി വലിച്ചു മാറ്റാൻ പറ്റില്ല, അത്ര വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ്. അങ്ങനെ 2-3 കൂടുകൾ ഇദ്ദേഹം നശിപ്പിച്ചു. അതെന്താണ്? ഏതോ മഹാനായ ജ്യോതിഷ പണ്ഡിതൻ, ഇവിടെ ഒരുപാട് ജ്യോതിഷ പാണ്ഡിത്യം നിറഞ്ഞു നിൽക്കുന്നവരുണ്ട്, അതിന് കവിഞ്ഞ് നിൽക്കുന്നവർ. എല്ലാവരും അല്ല, എനിക്ക് ജ്യോതിഷം പണ്ഡിതനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുപോലുള്ള ഈ മഹത്തായ കാര്യങ്ങൾ പറയുന്ന തെക്ക് വശത്ത് കാക്കയുടെ കൂട് കണ്ട്, അപ്പം ഇവിടെ ഒരു മരണം നടന്നേ പറ്റൂ. അവിടെ വാർത്തയുടെ മരണം എല്ലാ വീട്ടിലും നടന്നേ പറ്റൂ ഇല്ലേ? ഏത് വീട്ടിലും ഒരു മരണം നടന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ വെച്ചാൽ മരണം നടക്കും, അതുകൊണ്ട് ഇത് എടുത്തു കളയാൻ പറഞ്ഞു. അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാക്ക വന്ന് അല്ലേ വെൽഡ് ചെയ്ത് പിടിക്കുന്ന പോലെ നൂൽക്കമ്പി കൊണ്ട് ഉണ്ടാക്കുന്ന ആ 3 കൂടുകൾ നശിപ്പിച്ചു കളഞ്ഞു. എന്താണ്? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടു, ഇരിപ്പിടം നഷ്ടപ്പെട്ടു അല്ലേ, സർവ്വതും നഷ്ടപ്പെട്ടു. 3 കൂടുകൾ എടുത്തു കളഞ്ഞപ്പോഴാണ്. എന്നിട്ട് അത് ആക്രി വിലയ്ക്ക് വിറ്റു. ആ കമ്പികൾ, കാക്കകൾ കൊണ്ടുണ്ടാക്കിയ വീടുകൾ ആക്രിക്കാർ വന്നപ്പം ആ കമ്പി കൂടുകൾ വിറ്റു. സർവ്വതും നശിച്ചു പോയി. 3 തവണ കാക്ക കുത്തി. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിദേശത്തു നിന്ന് വന്ന് എന്നെ കാണാൻ വന്നിരുന്നു. കടയിൽ നിൽക്കുമ്പോൾ ഒരു കാക്ക പറന്ന് വന്ന് തറയിൽ ഇങ്ങനെ കൊത്തിയിട്ട് പോയി, എത്രയോ കാലത്തിന് ശേഷം. അപ്പം ഞാൻ പറഞ്ഞു, ഇതിന് പരിഹാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാക്കയുടെ ഗൃഹം, കാക്ക മുട്ടയിടാനായിട്ട്, കാക്ക ദമ്പതിമാരുണ്ടില്ലേ, ഇണചേർന്ന് മുട്ടയിടാനായിട്ട് ഇണക്കാക്ക, 2 കാക്കകൾ ചേർന്ന്, ആൺകാക്കയും പെൺകാക്കയും കൂടെ ചേർന്നാണ് ഈ കൂടുണ്ടാക്കുന്നത്.
ഒരു കൂടിങ്ങനെ പിടിച്ചു കൊടുക്കും, മറ്റത് നൂൽ കൊണ്ട്, പ്ലാസ്റ്റിക് നൂല് കൊണ്ട് അത് വരിഞ്ഞെടുത്തിരിക്കണ കൂടുകൾ എന്നാണ് പറഞ്ഞത്. അത്ര അതിമനോഹരമായ 3 കൂടുകൾ നശിപ്പിക്കുകയും ആ കൂടുകളെ എടുത്ത് വിൽക്കുകയും ചെയ്തു. അവരുടെ ഇരിപ്പിടം പോയി, ജീവിതം താറുമാറായിപ്പോയി, തകർന്നു പോയി എന്നാണ്. ഞാൻ കുറേ നേരം മിണ്ടാതിരുന്നു. പക്ഷെ അവർ രക്ഷപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി എന്നോട് ചോദിച്ചു, സ്വാമി ഇതിനെന്തൊരു പരിഹാരം? അപ്പോൾ ഇപ്പോൾ പെൺകുട്ടി, ഞാൻ പറഞ്ഞു ധൂമാവതി ദേവി അങ്ങോട്ട് ജപിക്കുക. ഓം ധൂം ധൂം ധൂമാവതി സ്വാഹ, ധൂം 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 ധൂമാവതി സ്വാഹ, ക്ഷമിക്കണം, മാപ്പ് തരണം, പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുക. എന്നിട്ട് കാക്കയുണ്ടാക്കി ഈ അളകപ്പൻകോഴി ക്ഷേത്രത്തിൽ, അവിടെ ഞാൻ പോയിട്ടില്ല, ഞാൻ പോയിട്ട് പറയാം, 4 മൂലയിലെ മണ്ണും എടുത്ത്. അപ്പോൾ പറഞ്ഞു സ്വന്തം വീടില്ലാത്തവർക്ക് എവിടെ നിന്ന് മണ്ണ്? എല്ലാം പോയില്ലേ? അതുകൊണ്ട് നമ്മൾ ഒരു ജീവികളെയും ഉപദ്രവിക്കാതിരിക്കുക, നശിപ്പിക്കാതിരിക്കുക. പിന്നെ പശ്ചാത്താപം ഒന്നിനും ശിക്ഷയല്ല. പശ്ചാത്താപം കൊണ്ട് മാത്രം ശിക്ഷയല്ലെങ്കിൽ പോലും പശ്ചാത്തപിച്ചത് കൊണ്ട് മാറ്റവും വരില്ല. അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഗൃഹം, എൻ്റെ ബിസിനസ്, കാക്കകളോട് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. കാക്കയ്ക്ക് ഇപ്പോൾ കാക്കകൾ കുട്ടി പറയുന്നത്, ഇപ്പോൾ അവിടെ ഞാൻ പുള്ളി അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അവിടെ ഒന്നും കാക്കകളില്ല. ഇപ്പോൾ കുട്ടി ഈറണഞ്ഞ് കൊണ്ട് കണ്ണീരോട് കൂടി നിന്ന് കാക്കകളെ പ്രാർത്ഥിക്കുമ്പോൾ കാക്കകൾ വന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞു. അവർക്ക് നല്ലതുണ്ടാകട്ടെ, ആരെയും ദ്രോഹിക്കാത്ത, ആരെയും വേദനിപ്പിക്കാത്ത, പൂ പോലെ മനസ്സുള്ള, അറിവില്ലായ്മ വേണ്ടി ഏതോ ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത് കേട്ട് കൂടെ എടുത്ത് നശിപ്പിച്ചപ്പോൾ അമ്മ മരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരുടെയും ഗൃഹങ്ങൾ നശിപ്പിക്കാതിരിക്കുക, ആരെയും വ്യക്തിപരമായി നശിപ്പിക്കാതിരിക്കുക, എന്തിനേയും നമ്മൾ നശിപ്പിക്കാതിരുന്ന ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിക്കാതിരിക്കുക. നമുക്ക് ഈശ്വരൻ്റെ കടാക്ഷമുണ്ടാകും. അവർക്ക് നല്ലതുണ്ടാകട്ടെ, നല്ലത് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മകയിരം നക്ഷത്രമാണ്, സംഘർഷങ്ങളുടെ ഒരു സമയമാണ്. ധനമൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്നു ചേരും. അപ്പോൾ എന്താണ്, പണ്ട് കൊടുക്കാനുള്ള പടങ്ങളൊക്കെ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാറ്റിവെച്ച് അതിർത്ത് ചിലവാക്കും. വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് കൂടുതൽ ചിന്തിക്കും. അല്ല ആപത്ത് വല്ലതും ഉണ്ടോ അപ്പോൾ നോക്കും. കാൽമുട്ടുകൾക്കും ദോഷമുണ്ട്, അരയ്ക്ക് താഴോട്ട് രോഗാവസ്ഥയുടെ ഒരു സാധ്യതയുണ്ട്. കർക്കിടക മാസത്തിൽ തിരുമലൊക്കെ ചെയ്യുന്ന ആരോഗ്യപരമായിട്ട് ആയുർവേദത്തിൽ പോയിട്ട് തിരുമുന്ന വളരെ നല്ലതാണ്. പിതൃബലി തീർച്ചയായിട്ടും പിതൃക്കൾക്ക് ബലിയിട്ടിട്ടുണ്ടെങ്കിൽ, ബലികർമ്മങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർക്കിടകത്തിന് നിങ്ങൾ തിരുവനന്തപുരത്താണെങ്കിൽ ശംഖുമുഖത്ത്, ഇല്ലെങ്കിൽ എവിടെയാണോ പിതൃബലി, വഴിപാടല്ലാതെ പോയി ചെയ്യണം. ചുമ്മാ ബലിയിട്ടു എന്ന് പറഞ്ഞാൽ പോരാ, നന്നായി ബലികർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് ബലികർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മകേരം നക്ഷത്രക്കാർക്ക് ഒരു മാറ്റമുണ്ടാകും. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ശ്വാസതടസ്സമുണ്ടാകാനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പിതൃക്കൾക്കുള്ള ബലി മുടങ്ങാതെ ചെയ്തേ പറ്റുള്ളൂ. പിതൃബലികൾ ശക്തമായിട്ട് ചെയ്യുക. ആരോഗ്യത്തിന് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക. പിന്നെ വലിവ് ഉണ്ടാകണമെങ്കിൽ, ആസ്മാറ്റിക് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനുള്ള രോഗചികിത്സ വൈദ്യന്മാരെയോ ഡോക്ടർമാരെയോ ഹോമിയോ ഡോക്ടർമാരെയോ കണ്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ഇത്രയുമാണ് മകയിരം നക്ഷത്രക്കാർക്ക് ചെയ്യാനുള്ളത്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാവും. സാമ്പത്തിക ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. അത് വരുന്ന പണം, ഇങ്ങോട്ട് വരാനുള്ള പണം തടസ്സമില്ലാതെ കിട്ടാനായിട്ടുള്ള, തിരുവനന്തപുരത്താണെങ്കിൽ കുമാരകോവിലിൽ പോയിട്ട് ആ കുമാരകോവിലിലെ പടിക്കെട്ട് കയറുമ്പോൾ ഇടത് സൈഡിൽ ഒരു അമ്മ ഇരിപ്പുണ്ട്. അവരെ ഇന്ന് ഒരു വെള്ള പേപ്പർ വാങ്ങിച്ച്, ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് എൻ്റെ ധനതടസ്സം മാറണമെന്ന് പറഞ്ഞ് കുറച്ച് ഉപ്പും സാമ്പ്രാണിത്തിരിയും കൂടെ മേടിച്ചിട്ട് അതിങ്ങനെ വളഞ്ഞ് വരുമ്പോൾ അവിടെ ഉപ്പും ഇടുന്ന സ്ഥലമുണ്ട്. ഈ ഉപ്പും പിന്നെ സാമ്പ്രാണിത്തിരി ഇടുന്ന സ്ഥലമുണ്ട്. അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മകീര നക്ഷത്രക്കാർക്ക് മാറ്റമുണ്ടാകും. വിഷ്ണു ക്ഷേത്രത്തിൽ, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ടുള്ള അവിടെ എന്താണെന്നുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു കണ്ണിക്കൊള്ളേണ്ടത് പുരികത്തിക്കൊണ്ട് പോകും. അതുകൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എല്ലാ നക്ഷത്രക്കാർക്കും. പിതൃക്കൾക്കുള്ള ബലി കർക്കിടക മാസത്തിൽ കൃത്യമായിട്ട് ഈ കർക്കിടകത്തിൽ എല്ലാവരും ബലി കർമ്മങ്ങൾ ചെയ്യണം. പിതൃക്കൾക്ക് ശാന്തി കൊടുക്കണം. അത് ഏത് ജാതി മതക്കാർക്കായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.